പണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാൻ ആടിന്റെ തലയും ഏകദേശം 2 കിലോത്തോളം ഇറച്ചുകൊണ്ടുമ്പോൾ ഒരു മജ്ബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഓരോ തന്നെ തൃപ്തിപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ആടിന്റെ തലോട്ട് മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആടിന്റെ തലോട്ട് മജ്ബൂസ് ഉണ്ടാക്കുന്ന വേറെ ലെവലാണ്. സംഭവം അങ്ങനെ പൊളിച്ച് തിന്നണ്ടല്ലോ, പായിന്ന് നീച്ചൂല. എന്തായാലും ഈ ആട്ടർച്ചൊക്കെ പാടെ ഒരു 10-20 മിനിറ്റ് മുമ്പ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വെച്ചതാണ്. ഇനി എന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് 3-4 പ്രാവശ്യം കക്കി കഴിഞ്ഞാൽ അതിലുള്ള ചോരയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. എപ്പോഴും നമ്മൾ ഇറച്ചി കക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോര പെട്ടെന്ന് പോരും. പക്ഷേ നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിലും മജ്ബൂസ് ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടാൽ മതി. ഇറച്ചിയിൽ ഉപ്പ് നല്ല പൊടിച്ചു മതി, നല്ല ശ്രദ്ധിച്ചണം. എടുത്ത പണിയൊക്കെ വെറുതെ ആവും. ആട്ടുംതലയും ഇറച്ചി 3 അളവിന് വെള്ളം ഒഴിക്കുക, നേരെ അടുപ്പിന്റെ മുകളിൽ വെക്കുക, തിരിച്ചങ്ങോട്ട് കൂട്ടി വെക്കുക. അതിങ്ങനെ തിളച്ച് വരുന്നോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകളിൽ കാണുന്ന ഈ നെജ്ജും ചോരൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കുക. ഇങ്ങനെ നമ്മൾ മുക്കിക്കളഞ്ഞാലേ അതിനുള്ള ബ്ലഡൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു പരിധി വരെ അതിന് ഫാറ്റും പോരും. അതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇറച്ചി ഉണ്ടാക്കണമെങ്കിൽ ഇത്ര ചോരയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോ തലയെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോരൊക്കെ തിളച്ച് പുറത്തേക്ക് കൊണ്ട് പോരണം. അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ. തിളപ്പിച്ചതിലുള്ള ചോരൊക്കെ മുക്കി മാറ്റിയിട്ട് വെള്ളപ്പം നല്ല ഇളനീര് വെള്ളം മാറിയിട്ട് ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു 4 വലിയ ഉള്ളി വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 പൗത്ത തക്കാളി എന്നിട്ട് എന്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച. പിന്നെ അതിലേക്ക് ആവശ്യം 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിയുടെ പീസും ഒരു 9 വെളുത്തുള്ളിയും ചതച്ചേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടണ്ടോർക്ക് കൂട്ടാ, കുറക്കണ്ടോർക്ക് കുറക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തെങ്കിൽ മജ്ബൂസ് സെറ്റ് ആവുള്ളൂ. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കായൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് ചേർക്കാം. ഒരു 3 ബൈ ലീഫും പിന്നെ അതുപോലെ തന്നെ ഒരു 6 ടീസ്പൂൺ അറബി മസാലയാണ് ഞാൻ ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അറബി മസാലയിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. 1.5 മണിക്കൂർ വെട്ടി തിളച്ചാൽ മജ്ബൂസിനുള്ള ഇറച്ചിയാണ് വെന്ത് കിട്ടും. പക്ഷെ മൂടി വെക്കാൻ മറക്കരുത്. ഇടക്കിടക്ക് തുറന്ന് നോക്കിക്കൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും മൂടി വെക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ മൂടി ഇങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടുക. അത്ര നല്ല മണമാണ് ഇന്ന് വരുന്നത്. കണ്ടോ, അപ്പൊ ആടിന്റെ തല ഏകദേശം വേവായിട്ടുണ്ട്. ആ ഇറച്ചിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഭാഗത്തും ഇറച്ചി വിട്ടുകൊടുക്കും. ഞാൻ എന്താ ഇറച്ചികളൊക്കെ ഫുള്ളിന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആട്ടുംതല ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി ഓടാതെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. ഞങ്ങൾ സാധാരണ ചെയ്യില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയും അതുപോലെ തന്നെ അരിയുമ്പാടെ ഒന്നിച്ചിട്ട് വേവിക്കലാണ്. ഇവിടെ ഒന്നിച്ച് കൗത്തി കൊട്ടും. ഇതങ്ങനെ നടക്കൂല്ലോ. കുറച്ച് അറബി മസാലയും കൂടി ഇട്ടിട്ട് ഏകദേശം വെട്ടി തിളച്ചേക്കി വെച്ച് അരി അയക്കാൻ ഇട്ട് കൊടുക്കുക. ഇത്തരത്തിലുള്ള പരിപാടി ഇനി കൂടുതൽ ചിന്തിച്ചാലൊന്നുമില്ല. ഒന്നിനെ അളക്കിയിട്ട് മൂടി അങ്ങോട്ട് വെക്കുക. വെള്ളം വറ്റിയ പാട് ഞാൻ ഇറച്ചി ഇതൊക്കെ പാടെ നേരത്തിന്റെ മുകളിലാണ് വെക്കുക. എപ്പോഴും മൂടി വെച്ച് വേവിച്ചോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ഗ്യാസിന് ഒരുപാട് ചെലവും കുറയും. ഇപ്പൊ ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങണം. എന്തായാലും വെള്ളം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇന്നുണ്ടാക്കണം വെറുതെ ചട്ടം കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. എന്തായാലും ഇപ്പൊ എത്ര കാശ് ഇതിക്ക് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. സംഭവം സാറാണ്. ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് അറബി മസാല ഇട്ട് കൊടുക്കുക. അളക്കണ പരിപാടി ഒന്നും ഇട്ടോ. ഈ വെള്ളം അങ്ങോട്ട് വറ്റിച്ച് അത്തരത്തിനുള്ളൂ. ഈ അറബി മസാല ഇടുന്നത് എന്തിനാണെന്നറിയോ, ആ വിളമ്പുന്ന ടൈമിൽ നല്ലൊരു മണം കിട്ടും. ഇപ്പൊ തന്നെ അത്യാവശ്യത്തിൽ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാൻ എന്ത് വെച്ചാൽ ആടിന്റെ ഓരോരോ പീസുകൾ അതിന്റെ മുകൾക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് ദമ്മിടുക. മാതിരി ഇറച്ചി വെക്കുമ്പോൾ തല വെക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ വെക്കിട്ടു. ഒക്കെപ്പാടെ കൊണ്ടുപോയിട്ട് ചെറിയത് വെന്ത ഇറച്ചിയാണ്. പിന്നെ വിളമ്പുമ്പോൾ നമുക്ക് നേരം പോലെ കിട്ടൂല. മെറ്റലല്ല എന്നുള്ള കാര്യം നമുക്ക് നല്ല ഓർമ്മയാണ്. അല്ലിച്ചപ്പ് ശരിക്കും റൈസിന്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. മറന്നുപോയി തിരക്കിന്റെ ഇടയിൽ. എന്തായാലും ആട്ടിന്റെ മുകളിൽ കിടക്കട്ടെ. എന്നിട്ട് എന്ത് വെച്ചാൽ നല്ല അലുമിനിയം ഫോയിലൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ദമ്മിട്ട് ഒരു 1200 സെക്കൻഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മജ്ബൂസ് റെഡി ആയി. ദമ്മ് നല്ല സ്ട്രോങ് ആയാൽ മജ്ബൂസ് ദമ്മാവും. എന്തായാലും ഇപ്പോൾ 1200 സെക്കൻഡ് കഴിഞ്ഞു ഞാനിപ്പോൾ മജ്ബൂസ് തുറക്കാൻ പോവുകയാണ്. നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കജ്ജുങ്കാലൊക്കെ കൂട്ടിമുട്ട പയമാതിരി തന്നെയാണ്. എന്തായാലും കണ്ടെന്ന് വെച്ചാൽ തലയൊക്കെ അതേമാതിരി എടുത്ത് മാറ്റാം. ഇതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇറച്ചി ഇടുമ്പോൾ വളരെ വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോഴും നമ്മൾക്ക് പൊട്ടാതെ ഒടയാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇറച്ചി തലയൊക്കെ നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ വട്ടത്തിലുള്ള ഒരു തളിക വെക്കുക. ഈ തളികയൊക്കെ നേരെ കൗത്തി അങ്ങോട്ട് കൊട്ടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ റൈസും പൊട്ടാതെ നല്ല വൃത്തിക്ക് കിട്ടും. തിരിച്ചു കൂട്ടി വെച്ചിട്ട് ചെമ്പുമ്പോ മൊത്തം കരിയിക്കണം. അടുപ്പ് ക്ലീൻ ആക്കാനായിരിക്കും. എന്തായാലും ഇതോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലെവലിക്ക് കിട്ടും. എന്ത് ചെയ്യുക, നേരെ ഒരു പാത്രത്തേക്ക് വിളമ്പുക, മാറ്റി അവിടെ വെക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ ഗസ്റ്റുകളെ കണ്ടേ കുറെ ദിവസമായി ഇങ്ങോട്ട് വിളിക്കണു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കൊരു അവസരം കിട്ടണ്ട അവരൊന്ന് സൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാതും വളരെ ഒത്തു വന്ന് നോക്കുമ്പോൾ അവരെ വിളിച്ചു. അവർ വന്നു. അവരെന്നെ കാണാൻ വേണ്ടി വരുന്നത് ദുബായിൽ നിന്നാണ്. അവർക്ക് അങ്ങോട്ട് തൃപ്തി ആയിക്കണം. അതിൽ ഫോട്ടോഗ്രാഫർമാരുണ്ട്, ഡിസൈനർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചിലർക്കാരെല്ലാം മോശക്കാരല്ല. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.